ഞാൻ കമ്പ്യൂട്ടർ ബാക്കപ്പിനെ കുറിച്ച് എപ്പോൾ വീഡിയോ ചെയ്താലും കാണുന്ന കമന്റുകളാണ് നാസ് അല്ലേ നല്ലത്, റെയ്ഡ് ചെയ്തുകൂടെ എന്നൊക്കെ. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ കമന്റുകൾ. ശ്രദ്ധിക്കുക, നാസ് ഒരു ഉപകരണവും റെയ്ഡ് അതിലെ ഒരു കോൺഫിഗറേഷനും ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ സുരക്ഷിതമായി വെക്കാനുള്ള പ്രക്രിയയുമാണ്. നാസ്, റെയ്ഡ് എന്നിവ മാത്രം കൊണ്ട് സുരക്ഷിതമായ ബാക്കപ്പ് കിട്ടില്ല. നാസ് എന്നത് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്നതിന്റെ ചുരുക്കെഴുത്താണ്. അതായത് നമ്മൾ ഡിസ്കുകളിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഒരു നെറ്റ്വർക്ക് വഴി പല സ്ഥലത്തു നിന്നും പല കമ്പ്യൂട്ടറുകളിൽ നിന്നും ഉപയോഗിക്കാനുള്ള മാർഗ്ഗമാണ് നാസ്. നാസിൽ ഒന്നിൽ കൂടുതൽ ഡിസ്കുകൾ കണക്ട് ചെയ്ത് വമ്പൻ സ്റ്റോറേജ് ഉണ്ടാക്കാം. എന്നാൽ നാസ് പ്രവർത്തിക്കാൻ ഡാറ്റ സൂക്ഷിക്കാനുള്ള ഡിസ്കുകൾ മാത്രം പോരാ, വൈഫൈ അല്ലെങ്കിൽ വയേർഡ് നെറ്റ്വർക്ക് കൂടെ വേണം. പിന്നെ അതിന്റെ കൂടെ ഡിസ്കുകളെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറും വേണം. പലർക്കും ഒരേ സമയം ഡിസ്കുകളിലെ ഡാറ്റ എടുക്കാൻ സഹായിക്കുന്ന ഒരു നാസ് സോഫ്റ്റ്വെയർ ഈ കമ്പ്യൂട്ടറിൽ ഓടിക്കുകയും വേണം. ട്രൂ നാസ്, ഓപ്പൺ മീഡിയ വോൾട്ട് ഒക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന നാസ് സോഫ്റ്റ്വെയറുകളാണ്. പക്ഷേ ഇത് ഉപയോഗിക്കാൻ നാസ് കമ്പ്യൂട്ടർ ലിനക്സിൽ ഓടിക്കണമെന്ന് മാത്രം. എന്നാൽ കമ്പ്യൂട്ടർ, നാസ് സോഫ്റ്റ്വെയർ, ഡിസ്കിലിടാനുള്ള സെറ്റപ്പ് എല്ലാം ഒരുമിച്ചുള്ള നാസ് ഹാർഡ്വെയറുകൾ വാങ്ങുന്നതാണ് എളുപ്പം. ഉദാഹരണത്തിന് സിനോളജി കമ്പനി പലതരം നാസ് ഹാർഡ്വെയറുകൾ ഇറക്കുന്നുണ്ട്. ഇതിൽ ഡിസ്ക് ഇട്ട് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്താൽ നാസ് റെഡി. പക്ഷേ കമ്പ്യൂട്ടർ ഉള്ളിലുള്ളതുകൊണ്ട് സാധനത്തിന് നല്ല വിലയുണ്ടെന്ന് മാത്രം. നാസിന്റെ ഒരു ഫീച്ചറാണ് റെയ്ഡ് അഥവാ റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്സ്. ഈ ഫീച്ചർ ഓൺ ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡാറ്റ ഒരു ഡിസ്കിന് പകരം ഒരേ സമയം പല ഡിസ്കുകളിൽ എഴുതും. അതായത് ഒരു ഡാറ്റയുടെ പല കോപ്പികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡിസ്ക് അടിച്ചു പോയാലും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മറ്റു ഡിസ്കുകളിൽ നിന്ന് നാസ് നമുക്ക് എടുത്തു തരും. ഇത് ഒറ്റ നോട്ടത്തിൽ ബാക്കപ്പ് ആണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ പ്രധാന ഉദ്ദേശം ഒരു ഡിസ്ക് അടിച്ചു പോയാലും അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മറ്റു ഡിസ്കുകളിൽ നിന്ന് നൽകുക എന്നത് മാത്രമാണ്. ശ്രദ്ധിക്കുക, നാസ് സുരക്ഷിതമായ ബാക്കപ്പ് അല്ല. കാരണം ഇടിമിന്നൽ പോലത്തെ വൈദ്യുതി പ്രശ്നങ്ങൾ ഉണ്ടായി നാസും അതിലെ എല്ലാ ഡിസ്കുകളും ഒറ്റയടിക്ക് അടിച്ചു പോയാൽ നമ്മുടെ ഡാറ്റ എല്ലാം പോകും. അതുപോലെ ആരെങ്കിലും കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് നാസിലെ ഡാറ്റ മൊത്തം എൻക്രിപ്റ്റ് ചെയ്താലും ഡാറ്റ പിന്നെ കിട്ടില്ല. ഇതിനെല്ലാം പുറമെ ഡാറ്റ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന്റെ റിസ്ക് വേറെ. സുരക്ഷിതമായ ബാക്കപ്പിന് 3-2-1 എന്ന തന്ത്രം ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ ഡാറ്റയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം. ബാക്കപ്പുകൾ 2 തരം ഡിസ്കുകളിൽ സ്റ്റോർ ചെയ്യുക. അതിലൊരു കോപ്പി വേറൊരു സ്ഥലത്ത് സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിലപ്പെട്ട ഡാറ്റ നഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇതിലൊരു കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നാസ് ആയിട്ട് ഉപയോഗിക്കാം. സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും ഒരു ടീമായി വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒക്കെ നാസ് വേണം. എന്നാൽ എനിക്കത് ആവശ്യമില്ല. കാരണം എനിക്ക് ടീമില്ല, ഞാൻ അപൂർവമായ യാത്ര ചെയ്യാറുള്ളൂ.